റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 5-ാമത്തെ പാഠം നസൂറുൽ ജദ്ദ, ഇതാണ് പാഠത്തിൻ്റെ ഹെഡിങ്. ഈ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നസൂറു എന്ന് പറഞ്ഞാൽ നാം സന്ദർശിക്കും എന്നാണ് അർത്ഥം. നാം സന്ദർശിക്കും അല്ലെങ്കിൽ സന്ദർശിക്കുന്നു, ഈ രണ്ടർത്ഥം പറയാം. അൽ ജദ്ദ, ജദ്ദ് എന്ന് പറഞ്ഞാൽ വല്ലിപ്പ, പിതാമഹൻ എന്നൊക്കെ പറയാം. അപ്പോൾ വല്ലിപ്പയെ നാം സന്ദർശിക്കും അല്ലെങ്കിൽ വല്ലിപ്പയെ നാം സന്ദർശിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം. ഇനി പാഠഭാഗം നോക്കാം. കാന നബീലുൻ, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്ന അർത്ഥം പറയാം. അപ്പോൾ കാന നബീലുൻ എന്ന് പറഞ്ഞാൽ നബീലായിരുന്നു. യൻളുറു എന്ന് പറഞ്ഞാൽ നോക്കും എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നോക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അത് മൂന്നും കൂട്ടുമ്പോൾ എങ്ങനെ പറയാം? കാന നബീലുൻ യൻളുറു എന്ന് പറഞ്ഞാൽ നബീൽ നോക്കുകയായിരുന്നു എന്ന് പറയാം. നബീൽ നോക്കുകയായിരുന്നു. എവിടേക്കാണ് നോക്കിയിരുന്നത്? ഇല തഖ്വീം. തഖ്വീം എന്ന് പറഞ്ഞാൽ കലണ്ടർ. അപ്പോൾ കലണ്ടറിലേക്ക് നോക്കുകയായിരുന്നു എന്ന് പറയാം. കാന നബീലുൻ യൻളുറു ഇല തഖ്വീം എന്ന് പറഞ്ഞാൽ നബീൽ കലണ്ടറിലേക്ക് നോക്കുകയായിരുന്നു. ഫ, അപ്പോൾ. ഫ എന്നുള്ളതിന് അപ്പോൾ എന്നുള്ള അർത്ഥം പറയാം. ജാ അ എന്നാണ് അടുത്തത്. ജാ അ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. ഫ ജാ അ, അപ്പോൾ വന്നു. ആര്? അബൂഹു, അവൻ്റെ പിതാവ്. അബു പറഞ്ഞ പിതാവ്, ഹു എന്നുള്ള മീർ അതിൻ്റെ പിന്നാലെ കൂടിയപ്പോൾ അബൂഹു, അവൻ്റെ പിതാവ്. ഫ ജാ അ അബൂഹു പറഞ്ഞാൽ അവൻ്റെ പിതാവ് വന്നു. പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രമേ ഇതിനുള്ളൂ. വഖാല, എന്നിട്ട് ആ പിതാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, മാതാ തൻളുറു യാ ബുനയ്യ. ഉപ്പ ചോദിക്കുകയാണ് നബീലിനോട്. മാതാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണല്ലോ നമുക്കറിയാം. മാതാ എന്താണ്. തൻളുറു നീ നോക്കുന്നത്. ഈ ത എന്ന് വന്നത് കൊണ്ടാണ് നീ എന്നർത്ഥം വന്നത്. അപ്പോൾ നീ നോക്കുന്നത് എന്താണ് എന്ന്. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, മോനെ നീ എന്താണ് നോക്കുന്നത്? മാതാ തൻളുറു യാ ബുനയ്യ. അപ്പോൾ നബീൽ പറയാം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉപ്പ സലാം പറഞ്ഞല്ലോ, സലാം അടക്കി. എന്നിട്ട് പറയാം അൻളുറു, ആ എന്ന് ഫസ്റ്റ് കൂടുന്നത് കൊണ്ട് ഞാൻ എന്നർത്ഥം പറയും. ഞാൻ നോക്കുന്നു. അൻളുറു, ഞാൻ നോക്കുന്നു. എന്താണ് നോക്കുന്നത്? യൗമൽ ഈദി, പെരുന്നാൾ ദിവസം. ഈദ് പറഞ്ഞാൽ പെരുന്നാൾ, യൗമ പറഞ്ഞാൽ ദിവസം, അതൊക്കെ അറിയാലോ. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്താണ്? പെരുന്നാൾ ദിവസമാണ് ഞാൻ നോക്കുന്നത്. അൻളുറു യൗമൽ ഈദി എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് അൽ ഈദു, പെരുന്നാൾ, ഫി യൗമിൽ അഹദി. യൗമുൽ അഹദ് പറഞ്ഞാൽ ഏതാ ദിവസം? ഞായറാണ്. യൗമുൽ അഹദ് പറഞ്ഞാൽ ഞായറാണ്. അപ്പോൾ അൽ ഈദു പെരുന്നാൾ എന്നാണ്. ഫി യൗമിൽ അഹദി, ഞായറാഴ്ചയിലാണ്. അൽ ഖാദിം, ഖാദിം എന്ന് പറഞ്ഞാൽ വരുന്ന, അടുത്ത എന്നൊക്കെ പറയാം. അടുത്ത ഞായറാഴ്ചയാണ് പെരുന്നാൾ, അല്ലെങ്കിൽ വരുന്ന ഞായറാഴ്ചയാണ് പെരുന്നാൾ എന്ന് പറയാം. അപ്പോൾ അൽ അബു, ഉപ്പ പറയാണ് നാം, യെസ്, അതെ. യൗമുൽ ഈദി, പെരുന്നാൾ ദിവസം. യൗമൽ അഹദി എന്നാണ്, ഞായറാഴ്ചയാണ്. ഇനി നദ്ഹബു, നാം. യദ്ഹബു എന്നുള്ളതിൽ നിന്ന് വരുന്നതാണ് നദ്ഹബു, നാം പോകും അല്ലെങ്കിൽ പോകുന്നു എന്നും അർത്ഥം പറയാം. നാം പോകും അല്ലെങ്കിൽ നാം പോകുന്നു എന്നൊക്കെ അർത്ഥം പറയാം. ലി സിയാറത്തി ജദ്ദിക. ലി സിയാറത്തി പറഞ്ഞാൽ, സിയാറത്ത് പറഞ്ഞാൽ സന്ദർശനാണ്, സന്ദർശിക്കാൻ വേണ്ടി. ഈ ലി എന്നത് കൂടിയപ്പോഴാണ് വേണ്ടി എന്നർത്ഥം വന്നത്, സന്ദർശിക്കാൻ വേണ്ടി. അപ്പം നദ്ഹബു ലി സിയാറത്തി, സന്ദർശിക്കാൻ വേണ്ടി നാം പോകും. ജദ്ദിക, ആരെ സന്ദർശിക്കാൻ? ജദ്ദിക്ക, നിൻ്റെ. ഈ ക എന്ന് വന്നപ്പോൾ നിൻ്റെ എന്നർത്ഥം പറഞ്ഞു. ജദ് പറഞ്ഞാൽ വല്ലിപ്പ എന്ന് പറയാം. നിൻ്റെ വല്ലിപ്പയെ സന്ദർശിക്കാൻ നാം പോകും. ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പോകും എന്നർത്ഥം പറയാം. എന്ന് ഫി യൗമിൽ ഇസ്നൈനി. യൗമിൽ ഇസ്നൈനി പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ്. യൗമുൽ അഹദ് ഞായർ. അപ്പോൾ തിങ്കളാഴ്ച, യൗമുൽ ഇസ്നൈനി പറഞ്ഞാൽ തിങ്കളാഴ്ച. തിങ്കളാഴ്ച നമുക്ക് നിൻ്റെ വല്ലിപ്പയെ സന്ദർശിക്കാൻ പോകാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച നാം
നിൻ്റെ വല്ലിപ്പയെ സന്ദർശിക്കാൻ പോകും ഇൻഷാ അല്ലാ. അത് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ, ഭാവിയിൽ ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ ഇൻഷാ അല്ലാ എന്ന് കൂടി പറയണം എന്ന് നമുക്കറിയാലോ. എന്നിട്ട് യാ നബീലു, ഇപ്പോൾ ചോദിക്കുകയാണ് യാ നബീലു, നബീലെ, ഈ യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. യാ നബീലു, നബീലെ, ഐന ഉഖ്തുക, ഐന നമുക്കറിയാലോ എവിടെ അല്ലേ. ഉഖ്തുക, ഉഖ്തുക പറഞ്ഞാൽ നിൻ്റെ, ഉഖ്ത് പറഞ്ഞാൽ സഹോദരി, അറിയാലോ, 2ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഐന ഉഖ്തുക, നിൻ്റെ സഹോദരി എവിടെ. ഐന ഉഖ്തുക റഹീമ, നിൻ്റെ സഹോദരി റഹീമ എവിടെയാണ് എന്നാണ് ഉപ്പയുടെ ചോദ്യം. അപ്പോൾ റഹീമ പറയാണ്, റഹീമ അവിടെ ഉണ്ട്. അന ഹാലിറത്തുൻ, അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണല്ലോ നമുക്കറിയാം. ഞാൻ ഹാലിറത്തുൻ ഇവിടെയുണ്ട്, ഹാലിറാണ്. അന ഹാലിറത്തുൻ, ഞാൻ ഇവിടെയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹാജറാണ് എന്ന് പറയാം. യാ ബാബ, ഉപ്പ ഞാനിവിടെയുണ്ട്. അന ഹാലിറത്തുൻ യാ ബാബ. അപ്പോൾ ഉപ്പ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഐന ഉമ്മുക്കി യാ റഹീമ. നേരത്തെ പിന്നെ നബീലിനോട് ചോദിച്ചത് ഐന ഉഖ്തുക എന്നാണ് അല്ലേ, നിൻ്റെ സഹോദരി എവിടെയാണ്. ഇവിടെ റഹീമാനോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഐന ഉമ്മു കി എന്നാണ് ചോദിക്കുന്നത്. ഐന എവിടെ, ഉമ്മ പറഞ്ഞാലും ഉമ്മ, കി പറഞ്ഞാലും നിൻ്റെ എന്നാണ് അർത്ഥം. നിൻ്റെ ഉമ്മ എവിടെ. യാ റഹീമ, റഹീമ നിൻ്റെ ഉമ്മ എവിടെ. അപ്പോൾ ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മ പറയാം അന ഐലൻ ഹാലിറത്തുൻ. അന ഐലൻ, ഒരു കാര്യം ഒരാൾ പറഞ്ഞു അതിന് വീണ്ടും അത് ആവർത്തിക്കുന്നതാണ് ഐലൻ എന്ന് പറഞ്ഞത്. അന ഐലൻ, ഞാനും ഹാലിറത്തുൻ, ഞാനും ഇവിടെ ഉണ്ട്. അന ഐലൻ ഹാലിറത്തുൻ, ഞാനും ഇവിടെയുണ്ട്. അങ്ങനെ അർത്ഥം പറയാം. നേരത്തെ ഇതുകൊണ്ടാണത് വീണ്ടും എഴുതാത്തത്. അപ്പോൾ ഉപ്പ പറയാ ഔലാദി, എൻ്റെ മക്കളെ. ഔലാദ് മക്കൾ, ഔലാദി എന്ന് ലാസ്റ്റ് ഈ യാ കൂടുമ്പോൾ എൻ്റെ എന്നർത്ഥം വരും. ഈ യാ കൂടുമ്പോൾ എൻ്റെ, ഫസ്റ്റ് യാ കൂടുമ്പോൾ അത് വിളിക്കാനാണ്. യാ ഔലാദി, എൻ്റെ മക്കളെ. നെഹ്നു, നാം. നെഹ്നു പറഞ്ഞാൽ നാം. നദ്ഹബു, പോകും അല്ലേ. നദ്ഹബു, പോകും. ജമീഅൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഓൾ എന്നർത്ഥം. ഓൾ, നാം എല്ലാവരും പോകും. എന്തിന്? സിയാറത്തി ജദ്ദിക്കും. ജദ്ദിക്കും, ക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നാണ് അർത്ഥം പറയാം. നിങ്ങളുടെ ജദ്ദ് വല്ലിപ്പ. സിയാറത്തി പറഞ്ഞാൽ സന്ദർശിക്കാൻ വേണ്ടി, അത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നെഹ്നു നദ്ഹബു ജമീഅൻ, നാം എല്ലാവരും പോകും. സിയാറത്തി ജദ്ദിക്കും, നിങ്ങളുടെ വല്ലിപ്പയെ സന്ദർശിക്കാൻ വേണ്ടി. എന്ന് യൗമൽ ഈദി, പെരുന്നാൾ ദിവസം. ഈദ് പറഞ്ഞാൽ പെരുന്നാൾ, നേരത്തെ പറഞ്ഞു. എന്നിട്ട് ചോദിക്കാണ് ഉപ്പ ഹൽ അൻതും മുസ്തഇദ്ദൂൻ. നമ്മൾ ചോദിക്കൂല ആർ യു റെഡി, നിങ്ങൾ റെഡിയാണോ, നിങ്ങൾ തയ്യാറാണോ. ഹൽ അൻതും മുസ്തഇദ്ദൂൻ, എൻ്റെ ഒക്കെ പാടെ കൂടിയ അർത്ഥമാണ് നിങ്ങൾ തയ്യാറാണോ എന്നൊരു ചോദ്യം ഉപ്പ ചോദിക്കുകയാണ്. ഹൽ അൻതും മുസ്തമിഊൻ, നിങ്ങൾ തയ്യാറാണോ. ഈ ഹല്ല് ഒരു ക്വസ്റ്റ്യൻ്റെ ടാഗാണ്. അതൊക്കെ നമ്മൾ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാണോ എന്നാണ് മുഴുവനായിട്ട് അർത്ഥം. ഈ അൻതും എന്നുള്ളതിന് നിങ്ങൾ എന്ന് പറയാം. റഹീമ പറയാം തൊബഅൻ, യെസ് അതെ. നസ്കുനു, നമുക്ക് താമസിക്കാം, നാം താമസിക്കുമെന്നും പറയാം അല്ലേ, താമസിക്കും. മഅ ജദ്ദിന, മഅ കൂടെ എന്നർത്ഥം പറയാം. ജദ്ദിന നമ്മുടെ വല്ലിപ്പയുടെ കൂടെ. ജദ്ദിൻ്റെ അർത്ഥം ലാസ്റ്റിന എന്ന് കൂടിയപ്പോൾ നമ്മുടെ എന്നർത്ഥം വന്നു. നമ്മുടെ വല്ലിപ്പയുടെ കൂടെ നാം താമസിക്കും. യൗമസുലസായി, അപ്പോൾ നേരത്തെ യൗമുൽ അഹദ് പറഞ്ഞു ഞായറാഴ്ച, യൗമുൽ ഇസ്നൈനി പറഞ്ഞു തിങ്കളാഴ്ച. ഇനി യൗമസുലസായി ചൊവ്വാഴ്ചയും താമസിക്കും. യൗമൽ അർബിഅ, യൗമുൽ അർബിഅ പറഞ്ഞാൽ ബുധനാണ്, ബുധനാഴ്ചയും താമസിക്കും. യൗമുൽ ഖമീസ്, യൗമുൽ ഖമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ 3 ദിവസവും താമസിക്കും എന്ന് പറഞ്ഞു അല്ലേ. നസ്കുനു മഅ ജദ്ദിന, നാം നമ്മുടെ വല്ലിപ്പയുടെ കൂടെ താമസിക്കും. യൗമസുലസായി ചൊവ്വാഴ്ചയും, യൗമുൽ അർബിഅ ബുധനാഴ്ചയും, യൗമുൽ ഖമീസ് വ്യാഴാഴ്ചയും. അപ്പോൾ ഉപ്പ പറയാണ് എന്നിട്ട് നർജിഉ, നാം മടങ്ങും അല്ലേ. ന എന്ന് ഫസ്റ്റ് വരുന്നത് കൊണ്ടാണ് നാം എന്നർത്ഥം. റജഅ യർജിഉ എന്നതിലാണ് അതിൻ്റെ ഫീല്. നാം മടങ്ങും,
നാം മടങ്ങും. ഫിൽ യൗമിൽ ജുമുഅ, യൗമുൽ ജുമുഅ പറഞ്ഞാൽ ഇപ്പോൾ വ്യാഴം കഴിഞ്ഞല്ലോ, വെള്ളിയാഴ്ച നാം മടങ്ങും. എന്നിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണല്ലോ. എപ്പോഴാണ് തുഫ്തഹു തുറക്കപ്പെടുക, എപ്പോഴാണ് തുറക്കപ്പെടുക എന്ത്? മദ്രസത്തുക്കും നിങ്ങളുടെ, കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നർത്ഥം പറയണം. നിങ്ങളുടെ മദ്രസ എപ്പോഴാണ് തുറക്കുക? ബഅദൽ ഈദി പെരുന്നാളിന് ശേഷം, ബഅദ ശേഷം ഈദ് പെരുന്നാൾ നമുക്കറിയാം. അപ്പോൾ പെരുന്നാളിന് ശേഷം നിങ്ങളുടെ മദ്രസ എപ്പോഴാണ് തുറക്കുക? മതാ തുഫ്തഹു മദ്രസത്തുക്കും ബഅദൽ ഈദി എന്ന് പറയാം. അപ്പോൾ നബീൽ അതിന് മറുപടി പറയാം ഫി യൗമിസ് സബ്തി. ഇപ്പോൾ വെള്ളിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഏതാ? ശനിയാഴ്ചയാണ് തുറക്കുക ഇൻഷാ അല്ലാഹ്. ഉദ്ദേശിക്കുകയാണെങ്കിൽ ശനിയാഴ്ച തുറക്കും എന്ന്. അപ്പോൾ ഇതാണ് പാഠഭാഗം. ഇനി ഈ പാഠത്തിൻ്റെ വർക്കുകൾ, അതുപോലെ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. നഖ്റഉ അയ്യാമൽ ഉസ്ബൂഇ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നഖ്റഉ അയ്യാമൽ ഉസ്ബൂഇ, ആഴ്ചയിലെ ദിവസങ്ങൾ നമുക്കൊന്ന് വായിക്കാം എന്നുള്ളതാണ്. ദിവസങ്ങൾ 7 എണ്ണമാണ് അല്ലേ. ഫസ്റ്റ് ഇതാ യൗമുൽ അഹദി. യൗമുൽ അഹദ് പറഞ്ഞാൽ ഏതാ ദിവസം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞായറാഴ്ചയാണ്. ഞായർ, യൗമുൽ അഹദ് ഞായർ. യൗമുൽ ഇസ്നൈനി എന്ന് പറഞ്ഞാൽ ആ ദിവസം ഏതാണ്? തിങ്കളാണ്, തിങ്കൾ. യൗമുൽ സുലസാഇ എന്ന് പറഞ്ഞാൽ അത് ചൊവ്വ. യൗമുൽ അർബിഅ എന്ന് പറഞ്ഞാൽ അത് ബുധനാണ്, ബുധനാഴ്ച. യൗമുൽ ഖമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴം. യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാണ്, വെള്ളിയാഴ്ച. ജുമുഅക്ക് നമുക്കറിയാലോ, വെള്ളിയാഴ്ച ജുമുഅക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ യൗമുൽ ജുമുഅ വെള്ളി. യൗമുസ് സബ്ത് എന്ന് പറഞ്ഞാൽ ശനി. അപ്പോൾ 7 ദിവസങ്ങളെ അറബി പേരുകൾ അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, നുലാഹിലുല്ലമാഇറൽ മുത്തസില. ഇനി നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് മുത്തസിലായ ലൊമീറുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മുത്തസിലായ ലൊമീർ എന്ന ഒരു വാക്കിൻ്റെ കൂടെ ചേർന്ന് വരുന്ന ലൊമീറുകളാണ് മുത്തസിലായ ലൊമീറുകൾ. നോക്കൂ, അത് ഏതൊക്കെ പഠിച്ചത്? ജദ്ദുക്ക, ഇതിൽ ലൊമീർ ഈ ക എന്നുള്ളതാണ്. ജദ്ദുക്ക, അത് ജദ് എന്ന വാക്കിൻ്റെ കൂടെ ചേർന്ന് വന്നു. എന്താണ് അർത്ഥം വരിക? നിൻ്റെ വല്ലിപ്പ എന്നാണ് അർത്ഥം വരിക. അതേപോലെ തന്നെ ജദ്ദുക്കി, ജദ്ദുക്കി കി എന്ന് പറഞ്ഞാലും ലൊമീർ തന്നെയാണ്. എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ്? ജദ്ദുക്ക എന്ന് പറഞ്ഞാലും നിൻ്റെ വല്ലിപ്പ എന്നാണ്, ജദ്ദുക്കി എന്ന് പറഞ്ഞാലും നിൻ്റെ വല്ലിപ്പ എന്നാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ക എന്ന് പറയുന്നത് ഒരാണിനോടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ, ആണിനെ സൂചിപ്പിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ക എന്നാണ് അവസാനം കൊടുക്കേണ്ടത്. അതൊരു പെണ്ണിനോടാണെങ്കിലോ കി എന്നാണ് കൊടുക്കേണ്ടത്. നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞല്ലോ, ഉപ്പ നബീലിനോട് ചോദിക്കാണ് ഐന ഉഖ്തുക്ക യാ റഹീമ എന്ന് ചോദിച്ചു അല്ലേ. ആരോടാ ചോദിക്കുന്നത്? നബീലിനോടാ ചോദിക്കുന്നത്. നബീൽ ആണാണല്ലോ, അതുകൊണ്ടാണ് ഐന ഉഖ്തുക്ക എന്ന് ചോദിച്ചത്, നിൻ്റെ എന്നർത്ഥത്തിൽ. ഇനി അവിടെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ റഹീമാനോട് ഉപ്പ ചോദിച്ചത് എന്താ? ഐന ഉമ്മുക്കി യാ റഹീമ എന്നാണ് ചോദിച്ചത്. ഐന ഉമ്മു ക എന്നല്ല, ഐന ഉമ്മുക്കി എന്നാണ് ചോദിച്ചത്. ആരോടാ ചോദിക്കുന്നത്? റഹീമാനാടാ ചോദിക്കുന്നത്. റഹീമ ആരാ? പെണ്ണാണ്. മുഅന്നസ് എന്നൊക്കെ പറയും. റഹീമ പെണ്ണാണ്. അപ്പോൾ ഉമ്മുക്കി എന്നാണ് പറഞ്ഞത്. ഉമ്മുക്ക എന്ന് പറഞ്ഞില്ല, ഉമ്മുക്കി. അപ്പോൾ അതാണ് വ്യത്യാസം. ഒരാണിനോടാണെങ്കിൽ ക എന്ന് അവസാനം കൂട്ടുക, പെണ്ണിനോടാണെങ്കിൽ കി എന്ന് കൂട്ടുക. ഇനി കുറേ ആളുകളോട്, ആണും പെണ്ണൊക്കെ പാടെ കൂടിയ കുറേ ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ കും എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ എന്നാണ്. അപ്പോൾ ജദ്ദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വല്ലിപ്പ എന്നാകും. അപ്പോൾ ഈ കും എന്നാണ് എന്തിനാണ് എവിടെയാണ് ഉപയോഗിക്കുക മനസ്സിലായല്ലോ. ഇനി കിതാബുക്ക, അടുത്ത് നോക്കൂ. കിതാബുക്ക എന്ന് പറഞ്ഞത് എങ്ങനെ വരിക? നിൻ്റെ പുസ്തകം. ഒരാണിനോടാണ് പറയുന്നത്, നിൻ്റെ പുസ്തകം. കിതാബുക്കി പറഞ്ഞാലും നിൻ്റെ പുസ്തകം എന്നാണ്, പക്ഷേ മാറ്റം എന്താണ്? പെണ്ണിനോടാണ് എന്ന് മനസ്സിലാക്കുക. കിതാബുക്കി. കിതാബുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുസ്തകം. കുറേ ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ കും എന്നാണ് കൂട്ടേണ്ടത്. കിതാബുക്കും. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കലമു ക, ആണിനോടാണെങ്കിൽ കലമുക്ക, നിൻ്റെ പേന. പെണ്ണിനോടാണെങ്കിൽ കലമു കി എന്നാവും, നിൻ്റെ പേന എന്ന് തന്നെ അർത്ഥം.
ഇനി കുറേ ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ ഖലമുക്കും നിങ്ങളുടെ പേന എന്നാവും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. നോക്കൂ, അസ്സലാമു അലൈക്ക, അടുത്തത് അസ്സലാമു അലൈക്ക, കണ്ടില്ലേ? ഒരാണിനോടാണെങ്കിൽ അങ്ങനെ സലാം പറയാം. പിന്നെ അസ്സലാമു അലൈക്ക്, ഒരു പെണ്ണിനോട് സ്പെഷ്യലായിട്ടാണ് പറയുന്നതെങ്കിൽ അസ്സലാമു അലൈക്ക് എന്ന് പറയാം. പിന്നെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം. നമ്മൾ എല്ലാവരും ബഹുമാനിച്ചുകൊണ്ട് എങ്ങനെ സലാം പറയുകയാണെങ്കിലും അസ്സലാമു അലൈക്കും എന്നാണ് പറയുക. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി അടുത്ത വർക്ക് എന്താണ്? ലാഹിലുല്ലമാഇറൽ മുൻഫസില. ഈ പാഠത്തിൽ നമ്മൾ മുൻഫസിലായ ലമീർ പഠിച്ചു. നേരത്തെ പറഞ്ഞത് മുത്തസിലായ ലമീർ എന്നാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു വാക്കിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ലമീറാണ് മുത്തസിലായ ലമീർ. ഇവിടെ മുൻഫസിലായ ലമീറാണ് പറയുന്നത്. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഒറ്റക്ക് ഒരു വാക്കിൻ്റെ കൂടെ ചേരാതെ ഒറ്റക്ക് നിൽക്കുന്ന ഒറ്റക്കുള്ള ലമീറുകളാണത്. ആ ലമീറുകൾ നമ്മൾ പാഠത്തിൽ ഏതൊക്കെയാണ് പഠിച്ചത്? അൻത, അല്ലേ? എന്താ അൻത ദാരിസുൻ എന്നിവിടെ പറയുന്നുണ്ട്. അതിൽ അൻത മുൻഫസിലായ ലമീറാണ്, നീ എന്നാണ് അർത്ഥം. അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. ഇത് ഒരാണിനോട് പറയുന്നതെങ്കിലാണ് അൻത ദാരിസുൻ എന്ന് പറയാം. ഇനി അത് ഒരു പെണ്ണിനോടാണെങ്കിൽ അൻതി ദാരിസുൻ എന്നാണ് അൻതി ദാരിസത്തുൻ എന്നാണ് പറയുന്നത്. നോക്കൂ, അൻതി ദാരിസത്തുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനിയാണ്, പെണ്ണാണ്. ലാസ്റ്റ് വന്ന പെണ്ണാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അൻതി കസർ കൊടുത്തു. ഇവിടെ എന്തില്ല? ഹാത്ത ഒന്നുമില്ല. ദാരിസു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്, ആണാണ്. അപ്പോൾ എന്താ ഉപയോഗിച്ചത്? അൻത എന്നാണ് ഉപയോഗിച്ചത്, അല്ലേ? ഫത്തഹാണ് കൊടുത്തത്, പെണ്ണായതുകൊണ്ട് കസറാണ് കൊടുത്തത്. ഇനി കുറേ ആൾക്കാർ, കുറേ വിദ്യാർത്ഥികൾ അൻതും ദാരിസൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ്. ദാരിസൂൻ വിദ്യാർത്ഥികളാണ്, അത് മനസ്സിലാക്കുക. അൻതും ജം ആണെങ്കിൽ അൻതും എന്നാണ്. ഇനി അന ത്വാലിബുൻ, അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണല്ലോ. അന ത്വാലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. പിന്നെ അന ത്വാലിബത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അന വരുമ്പോൾ എന്ത് മനസ്സിലായി? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അനക്ക് മാറ്റമൊന്നുമില്ല, ഞാൻ, അത് മാറൂല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അന ത്വാലിബുൻ അന ത്വാലിബത്തുൻ എന്ന് പറയാം. മനസ്സിലായോ? ഇനി നെഹ്നു തുല്ലാബുൻ, ഞങ്ങൾ, നെഹ്നു പറഞ്ഞാൽ ഞങ്ങൾ, തുല്ലാബുൻ വിദ്യാർത്ഥികളാണ്. തുല്ലാബ് എന്ന് പറഞ്ഞാൽ ജം ആണ്. അപ്പോൾ നെഹ്നു തുല്ലാബുൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ അൻത, അതുപോലെ തന്നെ അൻതി, പിന്നെ അൻതും, അതുപോലെ അന, ഇവിടെ അന, പിന്നെ നെഹ്നു, ഇതെല്ലാം എന്താണ്? മുൻഫസിലായ ലമീറുകളാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത വർക്ക് നോക്കൂ. നുലാഹിലു യാ എന്നുള്ളത്, അല്ലേ? നുലാഹിലു യാ എന്നുള്ളത് പാഠഭാഗത്ത് കുറച്ച് വന്നല്ലോ. അതൊന്ന് വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ. യാ നബീലു, നബീലേ, മാറ്റമൊന്നുമില്ല. യാ റഹീമ, അത് ആണിനെ വിളിക്കുകയാണെങ്കിലും പെണ്ണിനെ വിളിക്കുകയാണെങ്കിലും യാ എന്നുള്ളതിൽ മാറ്റം ഒന്നുമില്ല, അത് മനസ്സിലാക്കുക. യാ നബീലു, യാ റഹീമ, യാ മുഹമ്മദ്, യാ ഫാത്തിമ, അതിലൊന്നും മാറ്റമില്ല. യാ അല്ലാഹ്, കണ്ടില്ലേ? പിന്നെ യാ അബി, എൻ്റെ ഉപ്പ, യാ ഉമ്മി, എൻ്റെ ഉമ്മ, യാ റബ്ബി, എൻ്റെ പടച്ചോനെ, എൻ്റെ രക്ഷിതാവേ എന്നൊക്കെ പറയാം. യാ ഔലാദി, എൻ്റെ മക്കളെ, അങ്ങനെ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ യാ. അത് ആരെ വിളിക്കുകയാണെങ്കിലും അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് ഹയ്യാനുൻഷിദു, നമുക്ക് പാടാം എന്നുള്ളതാണ്. ഞാനിവിടെ പാടുന്നൊന്നുമില്ല. ഇതിൽ ദിവസങ്ങളെ ഒക്കെ പാടെ കൂട്ടിങ്ങാണ്ടുള്ള ഒരു പാട്ടാണ്. ദിവസങ്ങൾ ഏതാ? യൗമുൽ അഹദ്, ഞായർ നമ്മൾ പഠിച്ചു. യൗമുൽ ഇസ്നൈനി, തിങ്കൾ. യൗമുൽ സുലസാ, ചൊവ്വ. യൗമുൽ അർബിയ, ബുധൻ. യൗമുൽ ഖമീസ്, വ്യാഴം. യൗമുൽ ജുമുഅ, വെള്ളി. യൗമുൽ സബത്ത്, ശനി, അല്ലേ? അപ്പോൾ ദിവസങ്ങളെ പേരുകൾ മനസ്സിലാക്കുക, അതാണ് അതിലുള്ളത്. ഇനി അടുത്ത വർക്ക് നോക്കൂ. നസ്ലു ബിൽ മുനാസിബി എന്നാണ്. നസ്ലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ്. ഇവിടെ നോക്കൂ, കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ, പൂർത്തിയാവണമെങ്കിൽ ഇടത് സൈഡിലുള്ള ഈ ഭാഗത്ത് ഉള്ളതും കൂടി കൂട്ടണം. അത് യോജിക്കുന്നതിനോടാണ് കൂട്ടേണ്ടത്. മുദക്കറാണോ മുഅന്നസാണോ എന്നൊക്കെ നോക്കണം, ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം
യോജിപ്പിക്കാൻ. ഫസ്റ്റ് എന്താ ചോദ്യം? ഐന കിതാബുക്കി. ഐന പറഞ്ഞാൽ എവിടെയെന്ന് നമുക്കറിയാലോ. കിതാബുക്കി, നിൻ്റെ പുസ്തകം എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ മുത്തസിലായ ലൊമീർ കി എന്നത് ചേർന്നിട്ടുണ്ട്, കിതാബിൻ്റെ കൂടെ കി എന്നത് ചേർന്നിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കി എന്നുള്ളത് ഇവിടെ കെസറായതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇതൊരു പെണ്ണിനോടാണ് ചോദിക്കുന്നത്. പിന്നെ മാത്രമല്ല ഒരാളുള്ളൂ. അപ്പോൾ അതിനെ കിതാബുക്കി, ഞാൻ അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാ ഒരു പെണ്ണുള്ളത്? യാ ഫാത്തിമ. അയിന കിതാബുക്കി യാ ഫാത്തിമ. അപ്പോൾ ഇങ്ങനെ അർത്ഥം വരിക, ഫാത്തിമ നിൻ്റെ പുസ്തകം എവിടെ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. മൻ ഉസ്താദുക്ക. മൻ ആരാണ്? മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നർത്ഥം വരിക, ആരാണ്. മൻ ഉസ്താദുക്ക, നിൻ്റെ ഉസ്താദ് ആരാണ്? അപ്പോൾ ഇവിടെ ക എന്നത് വന്നതുകൊണ്ട് അതും പിന്നെ മുത്തസിലായ ലൊമീറാണ്, അതിൽ ഫത്തഹാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരാണിനോടാണ് ചോദിക്കുന്നത് എന്ന്. അപ്പോൾ അതിന് മൻ ഉസ്താദുക്ക എന്താണ് ഇവിടെ ചേർക്കുക? മൻ ഉസ്താദുക്ക യാ റയ്യാനു അല്ലേ. ഒരാണ് ഇവിടെ റയ്യാനാണുള്ളത്. അപ്പോൾ മൻ ഉസ്താദുക്ക യാ റയ്യാൻ. റയ്യാനെ നിൻ്റെ ഉസ്താദ് എവിടെ എന്നാണ് ചോദ്യമായിട്ട് വരിക. ഇനി അടുത്തത് യാ ഔലാദു. യാ ഔലാദു, ആൺകുട്ടികളെ. ഇവിടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ജം ആണ്, കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ആണുങ്ങളുമാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്നതാണ് ചേർക്കേണ്ടത്. യാ ഔലാദു ഐന മദ്റസതുക്കും എന്നാണ്. ഔലാദ് ജം ആയതുകൊണ്ട് ഇവിടെ മദ്റസതുക്കും എന്നാണ് പറഞ്ഞത്. മദ്റസതുക്ക പറ്റൂല, മദ്റസതുക്കി പറ്റൂല, മദ്റസതുക്കും എന്നാണ് വേണ്ടത്. ഇനി അടുത്തത് യാ ഇബ്നു, മകനെ. ഞാൻ എന്നോട് യോജിക്കുന്നത് എന്താ? ഇബ്നു പറഞ്ഞാൽ മകൻ, ആണാണ്, ഒന്നുള്ളൂ അല്ലേ. അപ്പോൾ യാ ഇബ്നു മസ്മുക്ക, അതല്ല യോജിക്കുക. ഇബ്നു ആണായതുകൊണ്ട് മസ്മുക്ക ഫത്തഹ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിനോട് യോജിക്കുക. യാ ഇബ്നു മസ്മുക്ക, ഓ മകനെ നിൻ്റെ പേരെന്താണ്? മസ്മുക്ക നിൻ്റെ പേരെന്താണ്? യാ ബിൻതു. യാ ബിൻതു, അപ്പോൾ എന്തേക്കാരം വരിക? പെണ്ണാണല്ലോ, പെണ്ണായതുകൊണ്ട് എങ്ങനെ ചോദിക്കുക? മസ്മുക്കി എന്നാണ് ചോദിക്കുക. യാ ബിൻതു മസ്മുക്കി, പെണ്ണായതുകൊണ്ട് കാഫിന് കസർ കൊടുത്ത് കി എന്ന ദമീറാണ് കൊടുക്കുക. യാ ബിൻതു മസ്മുക്കി, പെണ്ണെ നിൻ്റെ പേരെന്താണ്? അപ്പോൾ ഇത് യോജിപ്പിക്കാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അടുത്ത വർക്ക് എന്താണ്? നുക്കമ്മിലു ബി. ഏതൊക്കെ? ക കി കും കമാഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ള പോലെ ക കി കു എന്നുള്ളതൊക്കെ മുത്തസിലായ ലൊമീറുകൾ അത് ചേർത്ത് എഴുതാനാണ്. ഇവിടെ നോക്കൂ, ഉമ്മുൻ എന്നിവിടെ ഉണ്ട്. ഉമ്മുൻ, അതിൻ്റെ കൂടെ ക ചേർത്തപ്പോൾ ഉമ്മുക്ക എന്നായി അല്ലേ. ഇനി അതേപോലെ താഴെയുള്ളതൊക്കെ ഈ ബൈത്ത് അബ് കിതാബ് അതിൻ്റെ കൂടെയൊക്കെ ക ചേർത്തിട്ട് പുറത്ത് എഴുതണം. പിന്നെ അടുത്തത് ഉമ്മുൻ കഴിഞ്ഞിട്ട് കി എന്നുണ്ട്. ഉമ്മുൻ കി. അപ്പോൾ കി എന്നുള്ളത് ഉമ്മിൻ്റെ കൂടെ ചേർത്തപ്പോൾ എന്തായി? ഉമ്മു കി എന്നായി. അതുപോലെ ബൈത്ത് അബ് കിതാബൊക്കെ ഇവിടെ ചേർത്ത് എഴുതണം. പിന്നെ അതേപോലെ ഉമ്മുൻ അതിൻ്റെ കൂടെ കും എന്നാണ് ചേർത്തത്. അപ്പോൾ ഉമ്മുക്കും എന്നായി. ഉമ്മുൻ പ്ലസ് കും ഉമ്മുക്കും. അതേപോലെ ഇനി ബൈത്തും അബും അതേപോലെ കിതാബൊക്കെ ചേർക്കണം. അതിൽ ബൈത്തുൻ അല്ലേ. അപ്പോൾ ഇവിടെ ബൈത്തുൻ എന്ന് കൊടുക്കാം പ്ലസ് ക. അപ്പോൾ എങ്ങനെ വരിക? ബൈത്തുക്ക എന്നല്ല വരിക, ബൈത്തുക്ക. ഇനി അതന്നെ ബൈത്തുൻ പ്ലസ് കി. അപ്പോൾ എന്താ വരിക? ബൈത്തു കി എന്നാണ് വരിക, ബൈത്തുക്കി. ഇനി അതിൽ തന്നെ എന്ത്? ഖും എന്ന് കൊടുത്താൽ ബൈത്തുൻ പ്ലസ് ഖും. അത് കൂട്ടി എങ്ങനെ വരിക? ബൈത്തുക്കും എന്നാണ് വരിക, ബൈത്തുക്കും. സിമ്പിളാണ്, അതെങ്ങനെ കൂട്ടി എഴുതിയാൽ മതി. ഇനി അബുൻ. അബുൻ എന്നുള്ളടത്ത് അബൂ എന്നാണ് അവിടെ ചേർക്കുക. പിന്നെ ക ചേർത്താൽ എന്തായി? അബൂക്ക, നിൻ്റെ പിതാവ് എന്നർത്ഥമായി. അതൊരാണിനോടാണ് മനസ്സിലാക്കാം. ഇനി അതന്നെ അബൂ അതിൻ്റെ കൂടെ കി എന്ന് ചേർത്താൽ എങ്ങനെയാവും? അബൂക്കി. അർത്ഥം നിൻ്റെ പിതാവ് തന്നെയാണ്, പക്ഷേ ഇതിപ്പോൾ പറയുന്നത് ഒരു പെണ്ണിനോടാണ് മനസ്സിലാക്കുക. ക കി എന്നുള്ള മാറ്റം മനസ്സിലായല്ലോ. ഇനിയിവിടെ അബൂ കും എന്നാണ് ചേർക്കേണ്ടത്. കും എന്ന് ചേർത്തുമ്പോൾ അപ്പോൾ എങ്ങനെ വരിക? അബൂക്കും എന്നാവും അല്ലേ, അബൂക്കും. അടുത്തത്
കിതാബുൻ. കിതാബുൻ എന്നുള്ളതിൻ്റെ കൂടെ ഏത് ചേർക്കണം? ക ചേർക്കണം. അപ്പോൾ കിതാബുൻ പ്ലസ് ക. അപ്പോൾ എങ്ങനെ വരിക? കിതാബുക്ക എന്നാവും. കിതാബുക്ക. പിന്നെ കിതാബുൻ എന്നുള്ളതിൻ്റെ കൂടെ കി ചേർക്കുമ്പോൾ എങ്ങനെ വരും? കിതാബുൻ പ്ലസ് കി എന്താ വരിക? കിതാബുക്കി എന്നാവും. കിതാബുക്കി. ഇനി ആ കിതാബിൻ്റെ കൂടെ തന്നെ കും എന്ന് ചേർക്കുമ്പോൾ എന്ത് വരും? കിതാബുക്കും എന്നാവും. കിതാബുക്കും. സിമ്പിളാണ്, പ്രയാസമൊന്നുമില്ല അത് ചെയ്യാൻ. അപ്പോൾ ഇതുവരെ നമ്മൾ ചേർത്തത് മുത്തസിലായൊരു ലൊമീർ ചേർത്തിട്ടാണ് എഴുതിയത്. ഇനി ഇവിടെ അടുത്തത് നുക്കമ്മിലു ബി അന നെഹ്നു കമാഫിൽ മിസാലി. അന നെഹ്നു എന്നുള്ളതൊക്കെ മുൻഫസിലായ ലൊമീറാണല്ലോ. അത് ഈ ഉദാഹരണങ്ങളിൽ കൊടുത്ത പോലെ നമുക്ക് ബാക്കിയുള്ളത് എഴുതാനാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദാരിസുൻ. അവിടെ അന കൂട്ടിയിട്ട് അന ദാരിസുൻ. ദാരിസുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അന ദാരിസുൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് പറയും. ഞാൻ എൻ്റെ അപ്പുറത്ത് നെഹ്നു ചേർക്കുമ്പോൾ എങ്ങനെ ആവും? നെഹ്നു ദാരിസൂൻ. നെഹ്നു ദാരിസൂൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പിന്നെ അന മുഫ്രദാണ്, ഒന്നുള്ളല്ലോ. ഞാൻ എന്ന് പറഞ്ഞാൽ ഒന്നുള്ളല്ലോ. അപ്പോൾ ദാരിസുൻ എന്ന് തന്നെ മതി, കുഴപ്പമില്ല. എന്നാൽ നെഹ്നു ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജം ആണ്, കൂടുതലുണ്ട്. അപ്പോൾ ദാരിസുൻ എന്നുള്ളത് എന്തായി? ഇവിടെ ദാരിസൂൻ എന്നായി. അഥവാ അതിനെ ജം ആക്കിയിട്ട് എഴുതണം എന്നർത്ഥം. ഇനി ഓരോന്ന് നോക്കൂ. ഇബ്നുൻ. ഇബ്നുൻ എന്നാണ് ഇവിടെ അടുത്തതായിട്ട് എഴുതേണ്ടത്. ഇബ്നുൻ. അതിനെ ഞാൻ മകനാണ് എന്ന് എങ്ങനെ പറയാം? അന ഇബ്നുൻ എന്നാവും. അന ഇബ്നുൻ, ഞാനൊരു മകനാണ്. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണം? നെഹ്നു ചേർക്കണം അതിൻ്റെ കൂടെ. നെഹ്നു ചേർക്കുമ്പോൾ എന്തായി? നെഹ്നു ഇബ്നു എന്ന് പറയാൻ പറ്റൂല, നെഹ്നു എന്നുള്ളത് ജം ആണ്. അപ്പോൾ ഇബ്നു എന്നുള്ളതിന് ജം ആക്കണം. ഇബ്നുവിൻ്റെ ജം എന്താണ്? അബ്നാ ഉൻ എന്നാണ്. നെഹ്നു അബ്നാ ഉൻ എന്നായി. നെഹ്നു അബ്നാ ഉ എന്നായി. ഇനി ബിൻതുൻ എന്ന് പറയുമ്പോൾ പെൺകുട്ടി അല്ലേ? അപ്പം ഞാൻ പെൺകുട്ടിയാണെന്ന് എങ്ങനെ പറയാം? അന ബിൻതുൻ. അനക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അനക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന ബിൻതുൻ, ഞാൻ പെൺകുട്ടിയാണ്. ഇനി അതിൻ്റെ കൂടെ നെഹ്നു ചേർക്കുമ്പോൾ എങ്ങനെയാവും? നെഹ്നു ബിൻതു എന്ന് പറയാൻ പറ്റൂല. നെഹ്നു ഞങ്ങൾ ജം ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ബിൻത്തിനെ ജം ആക്കണം. എന്താണ് ബിൻത്തിൻ്റെ ജം? ബനാത്തുൻ എന്നാണ്, പെൺകുട്ടികൾ. അപ്പോൾ നെഹ്നു ബനാത്തുൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെൺകുട്ടികളാണ് എന്നർത്ഥം വരും. ഇനി അടുത്തത് ത്വാലിബുൻ. ത്വാലിബുൻ എന്ന വിദ്യാർത്ഥി. അപ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ് എന്നെങ്ങനെ പറയാം? അന ത്വാലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നെങ്ങനെ പറയും? നെഹ്നു ത്വാലിബൂന എന്ന് പറയാം. നെഹ്നു ത്വാലിബൂന, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ആണെങ്കിൽ ത്വാലിബൂന എന്നുള്ളത് തുല്ലാബുൻ എന്നും വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. നെഹ്നു തുല്ലാബുൻ എന്നും പറയാം. ഇനി ജാലിസുൻ. ജാലിസുൻ എന്നുള്ളത് അന കൂടുമ്പോൾ എന്തായി? ജാലിസുൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ. അപ്പം ഞാൻ ഇരിക്കുന്നവനാണെന്ന് എങ്ങനെ പറയാം? അന ജാലിസുൻ, മാറ്റൊന്നുമില്ല, അന ജാലിസുൻ. ഇനി നെഹ്നു ചേരുമ്പോൾ ഞങ്ങൾ ഇരിക്കുന്നവരാണെന്ന് എങ്ങനെ പറയും? നെഹ്നു ജാലിസൂന, ഞങ്ങൾ ഇരിക്കുന്നവരാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് ചേർത്ത് എഴുതാം. അടുത്തത് എന്താണ്? അടുത്തത് നുക്കമ്മിലു ബി അൻത അൻതി അൻതും കമാഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ള പോലെ അൻത അൻതി അൻതും അതുകൊണ്ടൊക്കെ പൂർത്തീകരിക്കാനാണ്. നേരത്തെ അന നെഹ്നു അതാണ് നമ്മൾ ചേർത്ത് ചെയ്തത്. ഇനി ഇവിടെ അൻത അൻതി അൻതും അതാണ് ചേർത്ത് ചെയ്തേണ്ടത്. ഇവിടെ ദാരിസുൻ എന്നുണ്ട്, അൻത ദാരിസുൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അൻത ദാരിസുൻ, അൻത ചേർത്തു. പിന്നെ അൻതി ചേർത്തപ്പോൾ അൻതി ദാരിസത്തുൻ എന്നായി. അൻതി ഒരു പെണ്ണിനോടാണ്, അപ്പോൾ ദാരിസുൻ എന്നുള്ളത് ദാരിസത്തുൻ എന്നായി. എല്ലാതും അങ്ങനെ ആവണം. പിന്നെ അൻതും ദാരിസൂൻ, അൻതും എന്നുള്ളത് ജം ആയതുകൊണ്ട് ദാരിസൂൻ എന്നുള്ളത് ദാരിസുൻ എന്നുള്ളത് ദാരിസൂൻ ജം ആയിട്ട് മാറി. ഇനി ബാക്കിയുള്ളത് അങ്ങനെ ചെയ്യാം. ത്വാലിബുൻ എന്നുള്ളത് എങ്ങനെ പറയാം? അൻത ത്വാലിബുൻ എന്ന് തന്നെ പറയാം, അവിടെ മാറ്റമൊന്നുമില്ല, ആണിനോടാണല്ലോ. അൻത ത്വാലിബുൻ. അത് അൻതി എങ്ങനെയാവുക? അൻത ത്വാലിബുൻ എന്ന് പറഞ്ഞാൽ നീ വിദ്യാർത്ഥിയാണ്. ഇനി നീ വിദ്യാർത്ഥിനിയാണ് എങ്ങനെ മുഅന്നസാക്കും? മുഅന്നസ പറഞ്ഞാൽ ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നത്. ദാരിസു എന്നുള്ളത് ദാരിസത്തുനായി. അപ്പോൾ ത്വാലിബുൻ എന്നുള്ളത് എന്താവണം? ത്വാലിബത്തുൻ എന്നാവണം.
നീ വിദ്യാർത്ഥിനിയാണ്. ഇനി അൻതും എന്നതിൽ ജംഅ് ചേരുമ്പോൾ അൻതും ത്വാലിബൂന എന്നാവും. അൻതും ത്വാലിബൂന, മനസ്സിലാകും. ഇനി ജാലിസുൻ എന്നുള്ളതിൽ അൻത ചേരുമ്പോൾ എങ്ങനെയാവും? അൻത ജാലിസുൻ, ഒരു മാറ്റമില്ല, അൻതൻ ചേർത്ത് കൊടുത്താൽ മതി, അൻത ജാലിസുൻ. എന്നാൽ പെണ്ണിനോടാവുമ്പോൾ അൻത അൻതിയായി മാറും. അപ്പോൾ ജാലിസുൻ എന്നുള്ളത് ജാലിസത്തുൻ, ഇരിക്കുന്നവളാണ്. അൻതി ജാലിസത്തുൻ, നീ ഇരിക്കുന്നവളാണ്. അൻത ജാലിസുൻ, നീ ഇരിക്കുന്നവനാണ്. അൻതി ജാലിസത്തുൻ, നീ ഇരിക്കുന്നവളാണ്. അപ്പം ഇവിടെ ജംആക്കുമ്പോൾ അൻതും ജാലിസൂൻ എന്നാവും. നിങ്ങൾ, അൻതും നിങ്ങൾ, ജാലിസൂൻ ഇരിക്കുന്നവരാണ്. ഇനി ഇബ്നുൻ എന്നുള്ളത് എന്താണ്? അൻത ഇബ്നുൻ, നീ മകനാണ്, നീ ഒരു മകനാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ബിൻതുൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൻതി ബിൻതുൻ, അല്ലേ, നീ ഒരു മകളാണ്, അല്ലെങ്കിൽ നീ ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയാം. ഇനി ഇവിടെ എന്താ വരിക? ഔലാദുൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അൻതും ഔലാദുൻ, നിങ്ങൾ വിദ്യാർത്ഥികൾ, നിങ്ങൾ ആൺകുട്ടികളാണ് എന്ന്. അപ്പോൾ അൻതും എന്ന് ചേർത്തിട്ട് എന്താണ് അവിടെ ചേർക്കേണ്ടത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് നുക്കമ്മിലു ബിൽ അയ്യാം, ദിവസങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാനാണ്. യൗമുൽ ഇസ്നൈനി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെയാണ് വേണ്ടത്. യൗമുൽ അഹദ്, അല്ലേ, യൗമുൽ അഹദ് ഞായറാണ് ഇവിടെ വേണ്ടത്. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഇനി എഴുതാനുള്ളത്. യൗമുസ്സലാസ ആണ് ഇവിടെ ചേർക്കേണ്ടത്. യൗമുസ്സലാസ. യൗമുൽ അർബിയ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ബുധൻ കഴിഞ്ഞ് ഇനി വ്യാഴം ആണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. അപ്പോൾ യൗമുൽ ഖമീസ് എന്ന് ചേർക്കണം. യൗമുൽ ഖമീസ്. യൗമുൽ ജുമുഅ വെള്ളി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ശനി ചേർക്കണം. എന്താണ് ശനിക്ക് പറയുക? യൗമുസ്സബ്തി, യൗമുസ്സബ്ത്. അപ്പോൾ അതങ്ങനെ ചേർക്കാം. ഇനി അതിൻ്റെ താഴെ ഇനി അടുത്ത വർക്ക് എന്താണ്? നഖ്റഉ മിനൽ ഖുർആനി വനക്തശിഫു മിനൽ അയ്യാമി വല്ലമാഇരിൽ മുത്തസില വല്ലമാഇരിൽ മുൻഫസില വയാ സുമ്മ നഖ്തു തഹ്തഹ എന്നാണ്. ഇവിടെ എന്തൊക്കെ പറയുന്നത്? ഇവിടെ കുറച്ച് ആയത്തുകളുണ്ട്. അതിൽ ലൊമീർ, മുത്തസിലായ ലൊമീറുണ്ട്, അഥവാ ചേർന്ന് വരുന്ന ലൊമീറുണ്ട്, ഒരു വാക്കിനോട് ചേർന്ന് വരുന്ന ലൊമീറുണ്ട്. പിന്നെ വല്ലമാഇരിൽ മുൻഫസിലായ ലൊമീറുണ്ട്, ഒരു വാക്കിനോട് ചേരാതെ ഒറ്റക്ക് നിൽക്കുന്ന പിരിഞ്ഞിരിക്കുന്ന ലൊമീറുണ്ട്. പിന്നെ യാ എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിയിൽ വരടാനാണ് കൊടുത്തിട്ടുള്ളത്. എന്താ? ഒന്ന് ഇദാനൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ എന്നാണ്. അവിടെ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, അല്ലേ, അതാണ് ഒരു ദിവസമാണ് അവിടെ ഉള്ളത്. ഇനി അൻതും തഅലമൂൻ എന്നാണ് അടുത്തത്. അൻതും തഅലമൂൻ എന്നുള്ളതിൽ അൻതും എന്നുള്ളത് മുൻഫസിലായ ഒരു ലമീറാണ് അവിടെ ഉണ്ട്. ഇനി അടുത്തത് ഇത് യഅദൂന ഫിസ്സബ്തി എന്നാണ്. സബ്ത്ത്, യൗമുസ്സബ്ത്ത് നമ്മൾ പഠിച്ചല്ലോ, ഒരു ദിവസത്തിൻ്റെ പേര് ശനിയാഴ്ച, അതാണ് അവിടെ ഉള്ളത്. പിന്നെ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇന്നക്ക എന്നുള്ളിടത്ത് ഒരു മുത്തസിലായ ലമീറുണ്ട്, ദൈക്ക എന്നുള്ളത് ചേർന്നല്ലോ ഇന്നൻ്റെ കൂടെ. പിന്നെ അൻത എന്നുള്ളൊരു മുൻഫസിലായ ലമീറും അവിടെ ഉണ്ട്. അപ്പോൾ രണ്ടും അതിലുണ്ട്. അടുത്തത് നെഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത്ത് എന്നാണ്. അതിൽ നെഹ്നു എന്ന മുൻഫസിലായ ലമീറുണ്ട്, അല്ലേ, നെഹ്നു. അതുപോലെ തന്നെ ബൈനക്കും എന്നുള്ളതിലെ ഈ കും, അതും ഒരു മുത്തസിലായ ലമീർ അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അടുത്തത് യാ മറിയമു അന്നാ ലക്കി ഹാദാ, യാ മറിയമു, അല്ലേ, അതിൽ യാ എന്നുള്ളത് വിളിക്കുന്നുണ്ടല്ലോ. പിന്നെ അന്നാ ലക്കി എന്നുള്ളത് അതിൽ ഒരു മുത്തസിലായ ലമീർ ലാ എന്നുള്ളതിൻ്റെ കൂടെ കി എന്നുള്ളത് ചേർന്നിട്ടുണ്ട്. ഒരു സ്ത്രീയാണല്ലോ, മറിയം ബീവിയാണ്, അതുകൊണ്ടാണ് കി എന്നായത്. അപ്പോൾ അതവിടെ ചേർന്നിട്ട്. ഇനി അടുത്തത് ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അക്രമക്കും, അതിൽ ദൈക്കും എന്നുള്ള മുത്തസിലായ ലമീർ അവിടെ അക്രമ എന്നുള്ളതിൻ്റെ കൂടെ ചേർന്നു. പിന്നെ അടുത്തത് അത്ഖാക്കും, അതിലും അത്ഖ എന്നുള്ളതിൻ്റെ കൂടെ കും എന്നുള്ള മുത്തസിലായ ലമീർ ചേർന്നു. അടുത്തത് ഖാലു യാ നൂഹു, അതിലേതാ? യാ എന്നുള്ളത്, യാ എന്നുള്ള വാക്കാണ് അവിടെ ഉള്ളത്. ഇനി ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, അവിടെ ഏതാ? അന മുൻഫസിലായ ലമീറുണ്ട്. ഇവിടെ താഴത്തുത, അവസാനത
അന എന്നുണ്ട്, മുൻഫസിലായ ദമീർ. അടുത്തത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അല്ലേ, അവിടെ യാ എന്നുള്ളതുണ്ട്, വിളിക്കാൻ ഉപയോഗിക്കുന്ന യാ. പിന്നെ കാഫിറൂൻ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.